ലിനൻ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു പാർട്ടി വെയർ സാരിയാണ്. ഹാഫ് ആൻഡ് ഹാഫ് പാറ്റേണിലാണ് സാരി വരുന്നത്. സിൽക്ക് ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഒരു ഓഫ് വൈറ്റും ഒരു ആന്റി ഗോൾഡും കൂടിയുള്ള കോമ്പിനേഷനിലാണ് വരുന്നത്. ഈ ഒരു ലുക്ക് ആയിരിക്കും സാരി നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും. നല്ല നീറ്റ് ആയിട്ട് ഒതുങ്ങിയിരിക്കുന്ന പ്ലേറ്റ്സ് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതിന്റെ കൂടെ വരുന്നത് റണ്ണിങ് ബ്ലൗസ് ആണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു വേറൊരു സാരിയുടെ ഒരു ബ്ലൗസ് ആണ് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ സെയിം ഇതേ പാറ്റേണിൽ തന്നെ ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ടുള്ള പാറ്റേണിലായിരിക്കും ബ്ലൗസ് വരുന്നത്. അതെല്ലാം നമുക്ക് ഓഫ് വൈറ്റ് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. ഈ ഒരു ടിഷ്യൂ യാൺസ് കൂടി ഉള്ളതുകൊണ്ട് നല്ലൊരു ഷിമ്മറിങ് കൂടി ഉണ്ട് സാരിക്ക്. ടിഷ്യൂ ബ്ലൗസും ഇതിന് കൂടി വളരെ ആപ്റ്റ് ആയിരിക്കും സാരി. ഇതാണ് ആ ഒരു ലുക്ക് ഇങ്ങനെ വരും കേട്ടോ ഡ്രേപ്പ് ചെയ്യുമ്പോൾ. സിമ്പിൾ ഒരു വൈറ്റിന്റെ തന്നെ സിമ്പിൾ ഒരു ബോർഡർ വന്നിട്ട് ഫുൾ ആ ഒരു പ്ലെയിൻ ലുക്ക് ആയിരിക്കും സാരിക്ക് വരുന്നത്. മുന്താണി വരുമ്പം തിൻ ലൈൻസ് ആണ്. ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള പല്ലുവാണ് സാരിക്ക് വരുന്നത്. ഇതായിരിക്കും മുന്താണിയിൽ ആ ഒരു ലൈൻസ് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും. സാരിയുടെ ടെക്സ്ചർ വരുമ്പം ഈ ഒരു ലുക്ക് ആയിരിക്കും. സിൽക്കും പ്യുവർ ലിനനും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. വളരെ സോഫ്റ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും സാരി. ഓഫ് ക്രീം ആണ്. പേൾ ക്രീം സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക്. എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് സാരിയാണ് വന്നിരിക്കുന്നത്. അതിൽ ആ ഒരു മൾട്ടി കളറിലുള്ള ത്രെഡ് വർക്ക് ആണ് സാരിയുടെ ബോർഡറിൽ വരുന്നത്. കൂടാതെ സ്മോൾ ഫ്ലോറൽ മോട്ടീവ്സ് ത്രൂ ഔട്ട് ദ സാരിയിലും വരുന്നുണ്ട്. ക്ലോസറിൽ വരുമ്പോൾ ഈ ഒരു ലുക്ക് ആയിരിക്കും. ഈ ഒരു പാറ്റേണിലാണ് ബോഡിയിൽ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ബോർഡർ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ്. ആ ഒരു പേൾ ക്രീമിൽ തന്നെയുള്ള നല്ലൊരു പാറ്റേണിലുള്ള വർക്ക് വന്നിട്ട് ട്രയാങ്കിൾ പാറ്റേണിലാണ്, ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും ആ ഒരു ഫ്ലോറൽ വർക്ക് വരുന്നത് സാരിക്ക്. എഡ്ജ് വരുമ്പോൾ സ്കാലപ്പിൽ തന്നെയായിരിക്കും ഫിനിഷ് ചെയ്യുക. രണ്ട് സൈഡും അപ്പർ ലോവർ വരുന്നത് ഇതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും. ആ ഒരു ബോർഡർ വന്നിട്ട് ബോഡി കംപ്ലീറ്റ് ഈ ഒരു ലുക്കിലായിരിക്കും. പ്ലീറ്റ്സിന്റെ പൊസിഷൻ വരുമ്പോൾ ഒരു ഹാഫ് പൊസിഷനിലായിരിക്കും ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരിക. മുന്താണി സെയിം സ്റ്റൈൽ. ബ്ലൗസ് വരുന്നതും ആ ഒരു ഇതേ ടോണിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ് ആണ് സാരിക്ക് വരുന്നത്. സെയിം ഫാബ്രിക് സെയിം തന്നെ. ആ ഒരു വർക്കിന്റെ കളർ പാലറ്റും സെയിം തന്നെ വരും. ആ ഒരു വർക്കിന്റെ ഡിസൈനിൽ മാത്രം ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുള്ളൂ. മൾട്ടി കളർ തന്നെ സർക്കുലർ മോട്ടീവ്സിലാണ് വരുന്നത്. കഴിഞ്ഞ സാരി ട്രയാങ്കിൾ മോട്ടീവ്സ് ആയിരുന്നു. ഇതിൽ വരുമ്പോൾ സർക്കുലർ പാറ്റേണിലാണ്. ബോഡിയെല്ലാം അതേ സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ മോട്ടീവ്സ്. ഇതിന്റെ ബോർഡർ വരും ഈ ഒരു പാറ്റേണിലാണ്. ഒരു പേൾ ക്രീമിൽ തന്നെയുള്ള ഈ ഒരു ത്രെഡ് വർക്ക് വന്നിട്ട് സർക്കുലർ പാറ്റേണിലായിരിക്കും മോട്ടീവ്സ് വരുന്നത്. സ്കാലപ്പ് ഫിനിഷിൽ തന്നെ ബോർഡർ വരുന്നത്. പല്ലു സെയിം സ്റ്റൈൽ. വളരെ കംഫർട്ടബിൾ ആണ്. സോഫ്റ്റ് സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്ലെയിനിലായിരിക്കും. ഈ സാരി ഇതിന് മുൻപ് വാങ്ങിച്ചവർക്ക് അറിയാൻ പറ്റും. വളരെ കംഫർട്ടബിൾ ആയിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ചേർച്ച് വെയർ ആയിട്ടും അതല്ലാതെ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും വർക്ക് വെയർ ആയിട്ടും എല്ലാം നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. സെയിം പാറ്റേൺ തന്നെ തേർഡ് ഡിസൈൻ ആണ് വരുന്നത്. ഫസ്റ്റ് ഡിസൈൻ വന്നത് ട്രയാങ്കിൾ മോട്ടീവ്സ് ആയിരുന്നു. സെക്കൻഡ് ഡിസൈൻ സർക്കുലർ മോട്ടീവ്സ് ആയിരുന്നു. തേർഡ് വൺ വരുന്നത് നല്ലൊരു ഡയമണ്ട് മോട്ടീവ്സിലായിരിക്കും സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് തന്നെ എല്ലാ സാരീസിനും ഓൾമോസ്റ്റ് എല്ലാം സെയിം ലുക്ക് തന്നെ കേട്ടോ. വളരെ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ ഈ ഒരു പാറ്റേണിൽ. സാരി നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഒരേ പാറ്റേണിൽ തന്നെ വരുന്നത്. ആ ഒരു സൂപ്പർ നെറ്റ് കോട്ട, സോഫ്റ്റ് സിൽക്കി കോട്ട, പേൾ ക്രീം തന്നെ കോമ്പിനേഷൻ വിത്ത് മൾട്ടി കളറിലുള്ള ത്രെഡ് വുവൻ സ്റ്റൈൽ. മുന്താണി സെയിം പാറ്റേൺ, ഡബിൾ സൈഡ് ബോർഡറിലും ഇതേ പാറ്റേൺ തന്നെ വന്നിട്ട് മുന്താണി ആ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ബ്ലൗസ് എല്ലാ സാരീസിനും വരുമ്പോൾ പ്ലെയിനിലായിരിക്കും വരുന്നത്. നെക്സ്റ്റ് സാരി നല്ലൊരു ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഒരു റെയർ പാറ്റേണിലാണ് സാരിയിൽ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഷാഡോ വർക്കിന്റെ എല്ലാം സിമിലർ ആയിട്ടുള്ള പാറ്റേണിലാണ് ഒരു ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത് സാരിയിൽ. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ബ്ലാക്കും ആ ഒരു ഐവറി ക്രീമും കൂടിയാണ് കോമ്പിനേഷൻ വരുന്നത്. ഫുൾ ത്രെഡ് വർക്ക് ആണ്, പ്രിന്റ് അല്ല കേട്ടോ ഇത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം. ബോഡിയിലും ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. ഡബിൾ സൈഡിലും ഇതേ പാറ്റേണിൽ തന്നെയുള്ള ആ ഒരു ഷാഡോ വർക്കിന്റെ പാറ്റേണിലാണ് സാരിയിൽ വർക്ക് വരുന്നത്. ഇതായിരിക്കും ഒരു വർക്കിന്റെ ബാക്ക് സൈഡ്. ഫുൾ ഒരു ത്രെഡ് വുവൻ സ്റ്റൈലിലാണ്. ബ്ലാക്ക് വിത്ത് ഐവറി ക്രീം. ബോഡിയിൽ വരുമ്പം ഈ ഒരു പാറ്റേൺ ആണ് ഫ്ലോറൽ മോട്ടീവ്സ്. അതിലും ഒരു ഗോൾഡൻ ത്രെഡ് കൂടി വരുന്നുണ്ട് മിഡിലിൽ വരുമ്പം. ഉണ്ടോ ഈ ഒരു പാറ്റേണിലായിരിക്കും ബോർഡറിൽ വരുന്നത്. പല്ലു, ഇതാണ് മുന്താണി. ഒരു വർക്കിന്റെ ബാക്ക് സൈഡ് കൂടി ഞാൻ ക്ലോസറിൽ കാണിക്കാം. ഇതാണ് ത്രെഡ് വർക്കിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. ഒരു ഗോൾഡൻ ത്രെഡും ബ്ലാക്ക് ത്രെഡും വെച്ചിട്ടായിരിക്കും ആ ഒരു പാറ്റേൺ വരുന്നത്, ത്രെഡ് വർക്ക് വരുന്നത്. ഡബിൾ സൈഡിലും സെയിം പാറ്റേൺ, ബോഡി സെയിം സ്റ്റൈലിൽ തന്നെ. മുന്താണി വിത്ത് ബ്ലൗസ്. ബ്ലൗസിലും ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ഫ്ലോറൽ മോട്ടീവ്സും ആ ഒരു ഗോൾഡും ബ്ലാക്കും കൂടിയുള്ള ത്രെഡ് വെച്ചിട്ടുള്ള മോട്ടീവ്സ് ആണ് ബ്ലൗസിൽ വരുന്നത്. ബോഡി കളർ എല്ലാം സെയിം തന്നെയായിരിക്കും. ആ ഒരു പേൾ ക്രീം, ഐവറി ക്രീം തന്നെയായിരിക്കും ബോഡി കളർ വരുന്നത്. ആ ഒരു ത്രെഡ് വർക്കിന്റെ കോമ്പിനേഷൻസ് മാറി മാറി വരും. ഫാബ്രിക് പറയുകയാണെങ്കിൽ സോഫ്റ്റ് ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത് കേട്ടോ. ഇതിൽ വരുമ്പോൾ നല്ലൊരു പേർഷ്യൻ റോസ് ആണ്, വടമുല്ല കളറാണ് സാരിയിൽ ആ ഒരു ത്രെഡ് വർക്കിന്റെ കോമ്പിനേഷൻ വരുന്നത്. വർക്ക് എല്ലാം സെയിം തന്നെ, ഗോൾഡും പേർഷ്യൻ റോസും വെച്ചിട്ട് തന്നെയായിരിക്കും ഒരു ത്രെഡ് വുവൻ സ്റ്റൈൽ. ഇതാണ് ബാക്ക് സൈഡ് വരിക. മുന്താണി ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്കിൽ തന്നെ, ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നേവി ബ്ലൂ ആണ് സാരിയുടെ ടോൺ. സെയിം അതേ വർക്ക് തന്നെയാണ്, ത്രെഡ് വർക്ക് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ. ബോട്ടിൽ ഗ്രീൻ ആണ് അടുത്ത കോമ്പിനേഷൻ.
സെയിം സ്റ്റൈൽ ഒരു ഗോൾഡൻ ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷനിലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്. ലാസ്റ്റ് സാരിയാണ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെ, എംബ്രോയിഡറി വർക്ക് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെയാണ്. മെറൂൺ, ഡീപ്പസ്റ്റ് മെറൂൺ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ഗോൾഡും മെറൂണും കൂടിയുള്ള കോമ്പിനേഷനിലായിരിക്കും ഫ്ലോറൽ ത്രെഡ് വുവൻ സ്റ്റൈൽ വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് ബ്ലൗസ്.